ഫലസ്തീനിലെ മക്കളിലേക്ക് നോക്ക് നിങ്ങൾ. ജൂതരാകുന്ന ഇസ്രായേലി സമൂഹം പാവപ്പെട്ടതാകുന്ന ഗസയിലെ പ്രിയപ്പെട്ട മക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുകയല്ലേ. കണക്കുകൾ പരിശോധിച്ചു നോക്ക്. കഴിഞ്ഞ 23 മാസങ്ങളായി മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളടക്കം അല്ലാഹുവേ 60,000-ത്തിലും അധികമാണ്. 60,000-ത്തിലും ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിൽ തന്നെ 18,500-ഓളം പാവപ്പെട്ടതാകുന്ന മക്കളാണ്, പിഞ്ചോമന മക്കളാണ്. അതിൽ തന്നെ 1000-ത്തിലധികം മക്കള് അല്ലാഹുവേ 1 വയസ്സ് പോലും എത്താത്തതാകുന്ന പിഞ്ചോമന മക്കളാണ്. വാപ്പയുടെ തോളിൽ കിടന്നുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത്, ഉമ്മയുടേതാകുന്ന അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെടിയുതിർത്തുകൊണ്ട് കൊന്നുകളഞ്ഞ് പ്രയാസപ്പെടുത്തി കളഞ്ഞതാകുന്ന കുഞ്ഞുങ്ങൾ, പാലിൻ്റെതാകുന്ന നറുമണം പോലും ആസ്വദിച്ച് തീരാത്തതാകുന്ന പാൽപുഞ്ചിരി പൊഴിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. 18,500-ഓളം വരുന്ന കുട്ടികൾ, അതിൽ തന്നെ 1000-ത്തിലധികം കുട്ടികൾ 1 വയസ്സിൽ താഴെയുള്ളതാകുന്ന പിഞ്ചോമന മക്കൾ, പാല് കുടിക്കുന്ന മക്കൾ, അതിന്റെ നറുമണം ആസ്വദിച്ച് തീരുന്നതിന് മുമ്പ് വെടിയുതിർത്തുകൊണ്ട് കൊന്നുകളയുകയാണ്, പട്ടിണിക്കിട്ടുകൊണ്ട് കൊന്നുകളയുകയാണ്. കിരാതമാക്കപ്പെട്ട നടപടിയല്ലേ ഇസ്രായേൽ നടത്തുന്നത്. അവസാനം ഇതാ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളിൽ വരെ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മെനയുകയല്ലേ. ഖത്തറിൽ അതിൻ്റെതാകുന്ന സംഭവങ്ങളല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ദോഹയിലൂടെ കണ്ടത്. എത്രയോ രാജ്യങ്ങൾ ഇനിയും അത്തരത്തിലുള്ളതാകുന്ന ഭീമത്സവമാകുന്ന അവസ്ഥയിലേക്ക് എത്താനുണ്ട്. ഇവിടെയെല്ലാം സത്യവിശ്വാസികളാകും നമുക്ക് ഉറക്കെ പറയാ, അള്ളാന്റെ റസൂലിന്റെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ വയറ് നിറയ്ക്കുക മാത്രമല്ല, അവിശ്വാസിയായ ഒരു വ്യക്തി പോലും അവൻ ദാഹിച്ചിരിക്കാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല. അത് നിന്റെ അയൽവാസിയാണെങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ നീ യഥാർത്ഥ മുഅ്മിനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി.